പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ശനിയാഴ്ച ദിനത്തിലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ നിയോഗങ്ങളിൽ സ്വർഗത്തിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നാളെ പിന്നെ സാബത്ത് ദിവസമാണ്. നന്നായിട്ട് ഒരുങ്ങി നമുക്ക് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന അതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വാക്യം. അത് ഒരു വ്യക്തി ശരിക്കും അത് ഏറ്റവും അതിൻ്റെ ഉച്ചിസ്ഥാനത്ത്, ആ പ്രാർത്ഥന ഉച്ചിസ്ഥാനത്ത് നിൽക്കുന്ന ബലിയർപ്പണത്തിലാണ്. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എപ്പോഴാണ് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം, എപ്പോഴും ചോദിക്കാം. പക്ഷെ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് എൻ്റെ ഈശോയെ, എൻ്റെ മകനെ കുദാശ ജീവിതത്തോടൊരു സ്നേഹം ഉണ്ടാക്കണം. എൻ്റെ ഈശോയെ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ തഴക്കദോഷം ഒന്ന് മാറിപ്പോകണേ. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഒരു പടി കൂടി മെച്ചപ്പെട്ട ഒരു ക്രിസ്തു ശിഷ്യനാക്കി മാറ്റണമേ. അങ്ങനെ ശരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ബലിയർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നാളത്തെ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ശരിക്കും ഉള്ളോണ്ട് ബലിയർപ്പിച്ച് ചോദിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നമ്മളെല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ 3 ദിവസങ്ങൾ നമ്മുടെ ഇൻറ്റൻസീവ് കാറ്റഗിസം ദേവദർശൻ ക്യാമ്പായിരുന്നു. നമ്മുടെ 2 ബ്രദേഴ്സ് തൃശ്ശൂർ മുതൽ നല്ല ശക്തന്മാരായ ബ്രദേഴ്സാണ്. കുട്ടികൾ പറയുമായിരുന്നു, ഞാൻ അങ്ങനെ വളരെ അപൂർവമായിട്ട് പറയാറുള്ളൂ. അവർ പറയുമായിരുന്നു, അച്ഛാ നമുക്കൊരു 3 ദിവസം കൂടിയാകുമ്പോൾ, വ്യാഴം വെള്ളി ശനിയായിരുന്നു ക്യാമ്പ്, ഒരു ഞായർ തിങ്കൾ ഒരു 3 ദിവസം ക്യാമ്പായാലോ എന്നൊക്കെ കുട്ടികൾ. എന്തായാലും നമുക്ക് പ്രത്യേകമായിട്ട് ക്യാമ്പിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന എല്ലാ ബ്രദേഴ്സിനെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ബ്രദേഴ്സും നാളത്തെ പുരോഹിതരാണ് ഇന്നത്തെ ബ്രദേഴ്സും സെമിനാരിക്കാർ. അതുകൊണ്ട് അവരെ അഭിഷേകത്തിൽ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സിസ്റ്റേഴ്സിൻ്റെ ഇതുപോലെ തന്നെ ഫോർമേഷനിലായിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാളത്തെ സിസ്റ്റേഴ്സാണ് അവർ. അപ്പോൾ അത് ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.